അല്ല, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം കുറ്റബോധമുണ്ട്. താൻ ഈ MP സ്ഥാനത്തിന് പോലും അർഹനല്ല. കൃത്രിമ മാർഗത്തിലൂടെയാണ് പിന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ആ ഭയാനകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തൃശൂർ നിയോജകമണ്ഡലത്തിലും കൃത്രിമ മാർഗത്തിലൂടെയാണ് അദ്ദേഹം ജയിച്ചെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ബോധ്യം വരുന്നതാണ്. അദ്ദേഹത്തിന്റെ വോട്ട് പിന്നെ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഉണ്ട്. ഒന്നാലോചിക്കണം, ഇന്ത്യൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത്, കൂടാതെ ഒരു മന്ത്രിയെ, കേന്ദ്ര സഹമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് പറഞ്ഞ ഒരു വ്യക്തി ഒരേ ഇതേ രാജ്യത്ത് തന്നെ രണ്ടിടങ്ങളിൽ അദ്ദേഹത്തിന് വോട്ടവകാശം ഉണ്ടെന്ന് പറഞ്ഞ ആ നിമിഷം അദ്ദേഹം ഭരണഘടനയോടോ ഈ രാജ്യത്തിനോട് ജനാധിപത്യത്തിനോട് കൂറുകൊണ്ട് രാജിച്ചു പോകണം. അപ്പൊ അതിൻ്റെതായ ഒരു മാനസിക സംഘർഷത്തിലാണെന്ന് തോന്നുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് വാ തുറക്കാത്തത്. തന്നെ പോലെ തൃശ്ശൂരിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ രീതിയിൽ തൃശ്ശൂരിനെ എടുക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഇപ്പോഴത്തെ എത്ര ഭയാനകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇദ്ദേഹത്തിന് ഇനി എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ തന്റെ വോട്ടർമാരെന്ന് പറയാനായിട്ട് തട്ടിപ്പ് വോട്ടർമാരെന്നാണ് കൂട്ടിക്കും ഒരു ഭൂരിപക്ഷവും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റും. അത് കേരളം പോലൊരു സംസ്ഥാനത്ത് സ്വന്തം വോട്ട് പോലും ഒന്നിൽ കൂടുതൽ സ്ഥലത്ത്, അതിന്റെ അദ്ദേഹത്തിന്റെ സഹോദരൻ വോട്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വോട്ട്, കൂടാതെ കൊണ്ട് തന്നെ ആലത്തൂർ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന്, ഇതിന്റെ ഈ തൃശൂർ നിയോജകമണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ വന്ന് പല സ്ഥലങ്ങളിലും പേരും ഊരും ഇല്ലാതെ കണ്ട് ഈ വോട്ടിന് വേണ്ടി മാത്രം പിന്നെ വോട്ടർ പട്ടികയ്ക്ക് പേര് ചേർക്കുകയും ഇപ്പോൾ അവിടുന്ന് കൂട്ടത്തോടെ തന്നെ തങ്ങളെ അവിടുന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് ഈ ചാകരയ്ക്ക് മീൻ കയറി കരക്കടിയുമ്പോൾ അത് പിടിക്കാൻ പറ്റാതെ കൊണ്ട് തിരിച്ചു പോകുന്ന പോലത്തെ ചില അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫ്ളാറ്റിൽ തന്നെ ഒരു ഫ്ളാറ്റിലെ ഒരു മുറിയിൽ ഒരു സ്ത്രീ തന്നെ പറഞ്ഞു കേട്ടില്ലേ മാധ്യമങ്ങളോട്, തന്റെ അഡ്രസ്സിൽ 9 പേരെ വോട്ടർ ലിസ്റ്റ് പിന്നെ പട്ടികയിൽ ചേർത്തു. അതിൽ ഓരോരുത്തരുടെ പേര് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ 10, 300, 400 പേരെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ ചേർക്കുക. 6 മാസത്തിന് മുമ്പ് മുതൽ സ്ഥിരതാമസം ഉള്ളതിന്റെ രേഖ കൊടുക്കേണ്ട ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പിന്നെ അംഗത്വം ചേരാൻ പറ്റത്തില്ല. അത് തന്നെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വോട്ടർ ഉണ്ടായെങ്കിൽ അയാൾ വോട്ടവകാശത്തിന് പോലും അർഹനുമായി ക്രിമിനൽ കേസിൽ പ്രതിയാവുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിനെ ഞാനിങ്ങനെ എടുക്കുക എന്നും പറഞ്ഞ് മോഡിയുടെ വേദിയിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ച ഈ സുരേഷ് ഗോപി, മോഡി അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് തൃശ്ശൂർ വന്നതിന് ശേഷം കാട്ടിക്കൂട്ടിയ ഈ പ്രക്രിയകൾ അന്ന് തന്നെ മാധ്യമങ്ങളിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയതാണ്. ഇവിടെ ഏതാണ്ട് 1,54,000 പുതിയ വോട്ടർമാർ വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ലോക്സഭയിൽ ഒരു 4 വർഷത്തിനിടയിൽ അല്ല 5 വർഷത്തിനിടയിൽ ഇത്രയധികം പുതു വോട്ടർമാർ എങ്ങനെ വന്നത്? 50,000-ഓളം കൃത്രിമ വോട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതായിട്ട് ഇപ്പോൾ വ്യക്തമായ രീതിയിലുള്ള രേഖകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നു. PS സുനിൽകുമാറും അതുപോലെ കോൺഗ്രസിന്റെ വക്താക്കളൊക്കെ ആ രേഖകളായിട്ട് പുറത്തുവിട്ടിരിക്കുന്നു. അത് പിന്നെ വ്യവസ്ഥാപിതമായ രീതിയിൽ തെളിവോടുകൂടി പരാതി നൽകിയില്ലെങ്കിൽ ജയിലിൽ പോകുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സ്വതന്ത്ര ഭരണഘടനാ ഏജൻസി ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് വിടുപണി ചെയ്യുന്നതല്ലേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ ലാൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിനെ ജനാധിപത്യത്തിന്റെ 1% പോലും വിശ്വസിക്കാത്ത, ജനാധിപത്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്ന വിരോധാഭാസമല്ലേ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഇത് എന്ത് പറഞ്ഞിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ? എന്ത് മറുപടിയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? അദ്ദേഹത്തിന് ഒരു മറുപടിയില്ല. ഇദ്ദേഹത്തിന് വോട്ട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ആരോപണങ്ങളൊക്കെ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതോടെയാണ് MP-യുടെ ഒരു മണ്ഡല സന്ദർശനം എന്ന് പറയുന്നത്. അതും ഈ ഒരു വിവാദങ്ങൾക്കൊക്കെ മറുപടി പറയുമോ എന്ന് ഉറ്റുനോക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാനൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറിനും ഇതിനൊരു പൂർണ്ണ ഉത്തരവാദിത്തമില്ലേ? കാരണം ഒരു പൗരൻ അവരുടെ വോട്ട് മാറ്റുക അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് വോട്ട് മാറ്റുമ്പോൾ കൃത്യമായൊരു അപേക്ഷ നൽകണം. ആ ഒരു അപേക്ഷയിന്മേലാണ് ഇത്തരത്തിലൊരു വോട്ട് മാറ്റം സാധ്യമാവുകയുള്ളൂ. തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ നിയമമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ന് ഭരണകക്ഷിയുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കമ്മീഷനാണ് അധപ്പതിച്ചിരിക്കുന്നത്. അതിനുള്ള തെളിവാണല്ലോ ഇന്ത്യയുടെ പാർലമെന്റിലെ 300ഓളം പ്രതിപക്ഷ MP-മാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിന് വെളിയിലിറങ്ങി പ്രകടനം നയിച്ചു. ആ പ്രകടനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ പരാതികൾ കേൾക്കണം, മുഴുവൻ MP-മാരുടെ പരാതികൾ കേൾക്കണം. ഓരോ MP-യും 10-12 ലക്ഷം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇന്ത്യയുടെ. അപ്പൊ ഏതാണ്ട് ഇന്ത്യയുടെ 45% ജനങ്ങളെ പിന്തുണയ്ക്കുന്ന ഈ 300ഓളം വരുന്ന പാർലമെന്റ് മെമ്പർമാരുടെ ചെവി കൊടുക്കാതെ കണ്ട് 10-30 പേരെ മാത്രം കാണാമെന്ന് പറയുന്ന ഈ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേ ഇലക്ഷൻ കമ്മീഷന്റെ പിന്നെ കീഴിലുള്ള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതെന്താണ്? തൃശ്ശൂരിനെ സംബന്ധിച്ചോളം കൃത്യമായ തെളിവുകളോടുകൂടി പരാതി നൽകില്ല എങ്കിൽ ജയിലിൽ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഇന്ത്യയിലാണോ നടക്കണമെന്നുള്ളത് നമുക്ക് സംശയമാണ്. തന്നെയുമല്ല, ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചോളം ഇന്ത്യൻ ജനത കാത്തു സംരക്ഷിച്ച ജനാധിപത്യത്തിനെ കൃത്രിമ മാർഗത്തിലൂടെ ഭരണത്തിലേക്ക് കയറാനായിട്ട് ദുരുപയോഗം ചെയ്ത ഒരു ഭരണകക്ഷി, അതിന്റെ ആ ഭരണകക്ഷിയുടെ ക്യാബിനറ്റിൽ സഹമന്ത്രി സ്ഥാനത്തിരിക്കുന്ന
ആ വ്യക്തി കേരളത്തിലെ തൃശ്ശൂർ എന്ന് പറയുന്ന സാംസ്കാരിക തലസ്ഥാനത്ത് ഇതേ മാർഗത്തിലൂടെ പാർലമെന്റിലേക്ക് എത്തിയെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് എത്ര ഭയാനകവും എത്ര അപമാനകരവുമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം ഇപ്പൊ അവിടെ വെച്ച് എന്ത് സംസാരിച്ചാലെന്താ? ഇദ്ദേഹത്തെ എന്ത് സംസാരിച്ചാലും കേരളം തിരിച്ചറിഞ്ഞില്ല ഇദ്ദേഹം എങ്ങനെയാണ് പാർലമെന്റിൽ എത്തിയെന്നുള്ളതും. എത്ര ലജ്ജാകരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ രീതിയിലാണ് ഈ മനുഷ്യൻ പാർലമെന്റിൽ എത്തിയെന്ന് പറയുമ്പോൾ അദ്ദേഹം കന്യാസ്ത്രീകളുടെ പോലും വോട്ട് നേടിക്കൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിൽ എത്തിയത്. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം പള്ളികളിൽ പോയി പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കിരീടം വെക്കുക, തൃശ്ശൂരിനെ ഞാൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞ ആ വ്യക്തി ഇതേ കന്യാസ്ത്രീ സമൂഹത്തിനെ തടവിലാക്കിയത് ഇവരുടെ തന്നെ സർക്കാർ ഇതിന് തടവിലാക്കി ക്രൂരമായ 9 ദിവസം ജയിലിൽ 153 ക്രിമിനലിനോടൊപ്പം തടവിൽ പാർപ്പിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതെ കണ്ട് മൗനവ്രതത്തിലായ ആ മനുഷ്യൻ ഇതുവരെ വാ തുറന്നിട്ടില്ല. തനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്കും വാ തുറന്നിട്ടില്ല. പിന്നെ ഈ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹോദരി ഇനിയിപ്പോൾ തൃശ്ശൂർ വന്നിട്ട് എന്ത് പറയാനാ? കുറെ ഈ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധരുടെ അകമ്പടിയിൽ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തന്റെ ഓഫീസിലേക്ക് എത്തുമായിരിക്കും. അതിപ്പോ കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ, ജനാധിപത്യത്തിന് അപമാനമായ, കേരളത്തിന് നാണക്കേടായ ഒരു സ്വീകരണമായിരിക്കും ഇദ്ദേഹത്തിന് നൽകാൻ പോകുന്നത്. അത് തന്നെയായിരിക്കും കേരളം വിലയിരുത്താൻ പോകുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ വരുമ്പോൾ ഇത് ബി ജെ പിക്ക് മാത്രമല്ല സമ്മർദ്ദം കൂടുന്നത്. കാരണം കേന്ദ്ര സർക്കാരിനും ഇതൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കും കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇനി എങ്ങനെയാണ് ഒരു ജനം അല്ലെങ്കിൽ ഒരു പൗരൻ ഇത്തരത്തിൽ അവരുടെ ഏറ്റവും സമ്മതിദായമായ ഒരു വോട്ടവകാശം അത് രേഖപ്പെടുത്താൻ തയ്യാറാവുക? അല്ല, അത് വളരെ ന്യായമായ ചോദ്യമാണ്. ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ വരണം എന്നുള്ള കാര്യം അടിയന്തരമാണ്. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വക്കിലേക്ക് ഈ രാജ്യം എത്തിയിരിക്കുന്നത്. അതിന്റെ തെളിവാണല്ലോ 300ഓളം ഇന്ത്യൻ പാർലമെന്റിലെ MP-മാർ പരസ്യമായിട്ട് തന്നെ തെരുവിലിറങ്ങിയത് ഈ ജനാധിപത്യ ഹത്യക്കെതിരെ പ്രതിഷേധിച്ചത്. 2019 ഈ രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിൽ ഭരണത്തിലേറി കൃത്രിമ മാർഗത്തിലൂടെയാണെന്നുള്ള തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ 65 ലക്ഷം പിന്നെ വോട്ടവകാശമുള്ളവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു തള്ളിയിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാ? അവിടെ BJPക്ക് അനുകൂലമായ രീതിയിൽ വോട്ട് ചെയ്യല, അല്ലെ BJPക്കെതിരെ വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഭയക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയാണ് ഇവർ 65 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ വോട്ടവകാശത്താണ് നിഷേധിച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും പ്രത്യേക രേഖകളൊന്നും ഇല്ലാതെ കൊണ്ട് ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തുന്നു. എന്തിനാ? തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കളങ്കമല്ലേ? അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം ഏതാണ് ബലികഴിക്കപ്പെട്ടു. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയും അദ്ദേഹത്തിനോടൊപ്പം ഉള്ളവരും അവിടെ ഇരിക്കുന്നത് ജനഹിതം മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ വിധിയെ എന്താ പറയുക സ്വീകരിച്ചുകൊണ്ടല്ല, കൃത്രിമ മാർഗത്തിലൂടെയാണെന്നുള്ളൊരു അദ്ദേഹം പറഞ്ഞില്ലേ. ബാംഗ്ലൂരിലെ ഒരു മണ്ഡലത്തിലെ കാര്യങ്ങള് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നില്ലേ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ഈ സമരം അനന്തമായി നീളും, ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു പിടിക്കത്തകരെ നീളും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ശരിയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPയെ പിന്തുണയ്ക്കുന്ന 2 കക്ഷികൾ പ്രതിപക്ഷമായി ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ BJP കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനാധിപത്യം തിരിച്ച് പിടിക്കാനായിട്ട് ഈ 2 ഘടകകക്ഷികളും BJPയോട് ഗുഡ് ബൈ പറഞ്ഞ് പ്രതിപക്ഷത്തോട് ചേരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ രാജ്യത്തെ ക്രൂരമായ കോൺഗ്രസ് ഭരണകൂടത്തിലെ ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയ ഇന്ത്യൻ ജനത അതൊരിക്കൽ കൂടി ആവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാണ്ട് നമുക്കിപ്പോ എന്താണ് പ്രത്യാശയായിട്ടുള്ളത്? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.